ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറേ നാളായില്ലേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് ഒരു 1000K സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുട്ട എടുക്കുക. ഇതിലൊരു മുട്ടയുടെ ആവശ്യമുള്ളൂ. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന മുട്ട പ്രത്യേകം എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേക്ക് നമുക്ക് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ കിട്ടില്ല. ഒരു മുട്ട മാത്രം എടുക്കുക. ഒരു മുട്ട അതിലേക്ക് ഇനിയും ഷുഗറും ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ഓയിലും 1/3 കപ്പ് സെയിം ഇതിൽ ഷുഗറുമാണ് എടുക്കുന്നത്. അത് രണ്ടും നമുക്ക് മുട്ടയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇത്രയും സബ്സ്ക്രൈബർ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഞാനിത് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ എന്താ, നമ്മൾ എണ്ണയും ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട. മിക്സിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു 20 സെക്കൻഡ് ഓടിച്ചെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബീറ്റർ എടുത്തിട്ട് ചെയ്യുന്നത്. ഇതിപ്പം മുട്ടയുടെ വെള്ള മാറ്റി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേക്ക്. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് യോജിപ്പിച്ചിട്ടാണ് ഞാൻ 1/4 കപ്പ് ഈ മിക്സ്ചറിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഒരേ ഡയറക്ഷനിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ കേക്ക് നമുക്ക് നന്നായിട്ട് കിട്ടില്ല. എന്നിട്ട് നമുക്കൊരു കേക്കിൻ്റെ ടിന്നിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യം അതിലൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അടിയിൽ പിടിച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊന്ന് ആ കേക്കിൻ്റെ ട്രേയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ബീറ്റർ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാനൊരു 5 മിനിറ്റോളം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിത് ഒഴിച്ച് കൊടുത്തിട്ട് ടാപ്പ് ചെയ്യുക, ബബിൾസൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അതിന് വിപ്പിങ്ങിന് വേണ്ടിയിട്ട് ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്. എന്താ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് അതിന് ഞാൻ ഒരു ചെറിയ പാക്കറ്റ് വിപ്പിംഗ് ക്രീം മൊത്തമായിട്ടിട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം വരും. തണുത്ത വെള്ളമാണ് ഞാൻ കൊടുത്തത്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാൽ ചേർക്കുക, ഒന്നുകൂടെ ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ തണുത്ത വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു തിക്ക് ഫോമിൽ വരുമ്പോഴത്തേക്കും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീറ്ററിൽ നമ്മൾ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അതിങ്ങനെ നമുക്ക് അത് ആ പാത്രത്തിൽ നിന്ന് താഴെ പോവാത്തൊരു ടെക്സ്ചർ അത്രയാവണം. ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക്. നമുക്ക് ആ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താലേ നമുക്ക് കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ പശ പോലെ ഒട്ടി അങ്ങനെയൊക്കെ ഇരിക്കും, നല്ല കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവിൽ ഇതിലാണോ എടുക്കുന്നത് അതിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കേക്ക് ഇനി വരുന്നത് നമ്മുടെ കേക്ക് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ഡെക്കറേഷൻ ചെയ്യുന്ന പൈപ്പിങ്സ് ഒന്നുമില്ല. എൻ്റെ കയ്യിലുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അതാ ഞാനത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിനൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഞാൻ റെഡ് കളറ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ ചെറിയ രീതിയിലൊന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൈപ്പിംഗ് ബാഗ്സ് അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. അതാ നമ്മുടെ കളറ്, വിപ്പിംഗ് ക്രീമിൻ്റെ കളറ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പൈപ്പിംഗ് ബാഗിന് പകരം ഞാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഒരു കൂടെടുത്തിട്ട് അത് ഞാൻ എൻ്റെ സൈഡ് അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിപ്പിംഗ് ക്രീം അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അതിലോട്ട് ഇടുമ്പോഴത്തേക്കും അതിൽ പിടിച്ച് നിൽക്കാൻ പാടില്ല. ഗ്ലാസ് ആകുമ്പോൾ ആ ഒരു കോർണറിൽ അത് പറ്റിയിരിക്കും. അങ്ങനെ നമ്മൾ വിപ്പിംഗ് ക്രീം ആ പ്ലാസ്റ്റിക് ബാഗിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് താഴോട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഡിസൈൻ ചെയ്യാനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഞാനൊരു ചെറിയ ഫ്ലവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പം എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഫ്ലവറും ചെറിയൊരു ഡോട്ടായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആവുമെന്ന്. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എന്നിട്ട് പിന്നെ സ്പൂണ് വെച്ച് കറക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിങ്ങനെ ചെയ്തപ്പോൾ അതൊന്ന് മറഞ്ഞു പോയി. എല്ലാവരും സോറി. ഞാനത് വ്യൂ ചെയ്യുന്ന പോലെ ചെയ്യാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് ഞാനത് നമ്മൾ ഒരു പൂ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് പെർഫെക്റ്റായിട്ടൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും. ഇതൊക്കെ ഒരു ടിപ്പാണ്. ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാതെയും ചെയ്യാമല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ വേറൊരു കുഞ്ഞു പൂവും കൂടെ സൈഡിൽ അതുപോലെ വരയ്ക്കുകയാണ്. പൈപ്പിംഗ് ബാഗ് കണ്ടാൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞാൻ കട്ട് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു തിക്നെസ് ഇച്ചിരി കൂടിപ്പോയി. അത് കാരണമാണ് ഇത്രയും വലിയ പൂവായിപ്പോയത്. ഞാൻ ഇതിലും ചെറിയ പൂവാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതിലും ഇച്ചിരി വലുതായിപ്പോയി. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ട്, അതൊന്ന് മിഡിലിൽ വെക്കുകയാണ്. എൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ചെറിയ രീതിയിലൊരു കുഞ്ഞ് കേക്കാണ്. അപ്പം ഞാൻ ചോക്ലേറ്റ് ചിപ്സ് നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ്. 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു സന്തോഷം പങ്കിടുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളാണ് ഫുൾ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.